അതൊരു ഘട്ടത്തിൽ സാമുദായിക നേതൃത്വവുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് മാത്രമാണ് പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നു. അപ്പം ഞങ്ങളതിന് മുന്നറിയിപ്പ് നൽകി. ഇതിനൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണയമാണ്, വർണ്ണവ്യവസ്ഥയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. കാവി ഉടുത്തവർ, ഞാൻ സഫ്രണൈസേഷൻ എന്ന വാക്കിനെതിരാണ്. കാവ്യവൽക്കരണം എന്നുള്ള കാവ്യ എന്ന് പറയുന്നത് അത് വിവേകാനന്ദൻ കാവ്യല്ലേ. ഇതൊരു വല്ലാത്ത കാലമാണ്. ഞാൻ ആ അപകടം വളരെ നന്നായി തിരിച്ചറിയുന്ന കാലമാണ്. ഞാൻ ഇത് അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല, 5 കൊല്ലം മുമ്പ് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. കാവ്യ ഉടുത്തവനും അമ്പലത്തിൽ പോകുന്നവനും ചന്ദനം തൊടുന്നവനെയും നിങ്ങൾ RSSകാരാക്കി RSSന് ആളെ കൂട്ടാൻ നടക്കണ്ട. മനസ്സിലായി? അമ്പലത്തിലേക്ക് ഞാൻ അമ്പലത്തിൽ പോകുന്ന ആൾ, ഞാൻ വിശ്വാസിയാണ്, ഞാൻ RSSകാരനാണ്, ഞാൻ അവരുമായിട്ട് ഏറ്റുകൂട്ടുന്ന ആളല്ലേ. ഒരു ദിവസം രാവിലെ ഒരു ചാനലിലെ വാർത്തയാണ് അൻവർ UDFിലേക്ക്, പിറ്റേ ദിവസത്തെ വാർത്ത വേറെ ചാനൽ BDJS UDFിലേക്ക്, വേറെ സ്ഥലത്തേക്ക് പറയുന്നു ജോസ് കെ മാണിയുമായി ചർച്ച നടത്താൻ ഇന്ന ആളുകൾ പോകും, പിന്നെ ഷെയിംസ് കുമാറിൻ്റെ പാർട്ടി UDFിലേക്ക് വരും. ഇവരാരുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. നമ്മൾ വളരെ സുദീർഘമായി പറവൂർ വീട്ടിൽ നിന്ന് 2.5 വർഷം മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് ചർച്ചയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വയനാട് DCC ട്രഷറായിരുന്ന NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, അതിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ കുറ്റാരോപിതരായിട്ട് കോൺഗ്രസിൻ്റെ MLA അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പേര് വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ആണെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആണെങ്കിലും പ്രതികരണം സത്യത്തിൽ ഈ പറഞ്ഞ ട്രഷററുടെ ഈ പറഞ്ഞ ആരോപണത്തെയോ അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിയ പരാതിയെ ഏതെങ്കിലും തരത്തിൽ ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നില്ല എന്നുള്ളൊരു വാദമുണ്ടല്ലോ. അത് തെറ്റാണ്. കാരണം ഈ വിവാദം ഉണ്ടായതിൻ്റെ മരണമൊക്കെ സംഭവിച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ വിവാദം ഇത് കത്ത് പുറത്തേക്ക് വന്നതിന് 2 ദിവസം മുമ്പാണ് അവർ കുടുംബം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകനും മറ്റ് ബന്ധുക്കളും വന്ന് പറവൂരിലുള്ള എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കത്ത് തരുന്നു. അവർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ ബെഡ്റൂമിൽ പോയി ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ചില ഏരിയ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ച് കത്ത് വായിച്ചു. കാരണം ഇതൊരു മരിച്ച ആൾ എഴുതി വെച്ചേക്കുന്ന കത്താണല്ലോ. എഴുതി വെച്ചപ്പോൾ ചില ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് വ്യക്തത വരുത്താൻ വേണ്ടി അവരോട് ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലാക്കാത്ത ഭാഗം അത് നിങ്ങൾ ആ കത്ത് നോക്കിയാൽ, ഞാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങൾ ആ കത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത ഭാഗം വരും. അപ്പോൾ അവരെനിക്കത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിച്ചു തന്നു. പക്ഷെ അവർ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു കത്തിന് ക്ലാരിറ്റി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അതിലെ ഒരു പാരഗ്രാഫിനാണ് ഞാനതിനൊരു ക്ലാരിറ്റി കുറവ് പോലെ തോന്നിയപ്പോൾ ഇതെന്താണ് അദ്ദേഹം, അങ്ങനെയല്ലേ നമ്മൾ വേണ്ടത്. ഒരു കത്ത് വരുമ്പോൾ വിശദമായി അവരെ ഇരുത്തി മുഴുവൻ വായിച്ചു. അതിനുശേഷം അവർ പല രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ KPCC പ്രസിഡന്റ് വരും, 2 ദിവസത്തിനുള്ളിൽ വരും, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് എന്തായാലും ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാം, എന്താണ് ഇതെന്ന് അന്വേഷിക്കുകയും ചെയ്യാമെന്ന്. അപ്പോഴേക്ക് 2 ദിവസത്തിനുള്ളിൽ കത്ത് പുറത്തു വന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ വിശദമായി സംസാരിച്ചിരുന്നു. പാർട്ടിയിലെ ഒരു കമ്മിറ്റിയെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തി. അവർ അന്വേഷണത്തിന് പോയി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മാധ്യമപ്രവർത്തകരാണ്, ചില ചാനലുകളാണ് ഇത് വേറെ രീതിയിലാക്കിയത്. ഈ കുടുംബത്തോട് പറയുകയാണ്, നിങ്ങൾ പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുത്തു. അപ്പോൾ കത്ത് കൊടുത്തു, അദ്ദേഹം കിട്ടിയില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ പ്രകോപിതരാകുമല്ലോ സ്വാഭാവികമായിട്ട്. ഞാൻ കിട്ടിയില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഒരു തെറ്റായ അണറ്റിക്കലായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ എന്ന്. ഞാൻ എവിടെ പറഞ്ഞു? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് പരസ്യമായി കൊണ്ടുവന്ന് പറവൂരിൽ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന കത്ത് ഞാൻ കിട്ടിയില്ല എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരെ പ്രകോപിക്കുകയാണ്, എനിക്കെതിരെ എന്തെങ്കിലും പറയിക്കണം. അതൊരു തെറ്റായ മാധ്യമപ്രവർത്തനമാണ്. പിന്നെ പോലീസ് അന്വേഷണം നടക്കണം. പോലീസ് അന്വേഷണത്തിനെതിരായിട്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഇല്ലെങ്കിൽ പോലീസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ കത്ത് ശരിയായ കത്തല്ല, ഈ കത്തിൻ്റെ യഥാർത്ഥ കത്താണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, എന്തൊക്കെ പറയാം. അതൊന്നും ഞങ്ങൾ ആരും പറഞ്ഞില്ല. ഞങ്ങൾ ആ കത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ പരാതി
സംഘടനാപരമായ ഒരു പരാതിയാണ് കിട്ടിയിരിക്കുന്നത്. സംഘടനാപരമായ പരാതി സംഘടനാപരമായി തന്നെ അന്വേഷിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് തീരുമാനിക്കും. പിന്നെ ഒരു അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല. പോലീസ് അന്വേഷണത്തെ ഞങ്ങൾ എതിർത്തില്ല. ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നോ തെറ്റാണെന്നോ പോലീസ് അന്വേഷിക്കാൻ പാടില്ലെന്നോ ഇവർ FIR-ൽ ചേർക്കാം ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ വേറൊരു പാർട്ടിയും ചെയ്ത പോലെ അല്ല ചെയ്ത്. CPM അങ്ങനെ ചെയ്യുമോ? അല്ല, പക്ഷേ പൊതുസമൂഹത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു സംഘടനാ ചുമതല ഉണ്ടായിരുന്ന, അതിൽ സാമ്പത്തിക ഇടപാടുകളുടെ ചുമതല ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ആത്മഹത്യ ഉണ്ടാകുന്നു. ആത്മഹത്യയിൽ കുറ്റാരോപിതരായിട്ട് വളരെ പ്രധാനപ്പെട്ട MLA അടക്കമുള്ള 2 നേതാക്കളുടെ പേര് പരാമർശിക്കപ്പെടുകയാണ്. അത് പബ്ലിക്കിൽ കിടക്കുന്ന സംഗതിയാണ്. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലൊരു നടപടിക്ക്, സംഘടനാ തലത്തിലൊരു നടപടിക്കൊന്നും മുതിരാതെ നമ്മൾക്ക് ഈ കുടുംബത്തിനൊപ്പം ഉണ്ട്, അതേസമയം തന്നെ കുറ്റാരോപിതരെ നമ്മൾ സംരക്ഷിക്കില്ല. ഒരു തരത്തിലുള്ള സംരക്ഷണം ഇല്ല. അന്വേഷിക്കണ്ടേ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ? ഇപ്പം ഞാൻ ചെയ്യട്ടെ, എന്ത് വേണമെങ്കിലും ആവാലോ, ആർക്കെതിരെ വേണമെങ്കിലും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് അതിന്മേൽ നടപടി. അപ്പോൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് എങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കാതെ അവർക്കെതിരെ ഈ പാർട്ടി ഞാനല്ല എടുക്കേണ്ടത്, സംഘടനാപരമായി KPCC എടുക്കേണ്ട തീരുമാനമാണ്. സംഘടനാപരമായി എടുക്കുമ്പോൾ ഞങ്ങളുടെ രീതി, ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ട് ആ റിപ്പോർട്ടിൻ്റെ പുറത്താണ് ഞങ്ങൾ തീരുമാനം എടുക്കുന്നത്. അത് അവരുടെ പരാതി ശരിയാണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കേൾക്കാൻ നമ്മളൊരു നാച്ചുറൽ ജസ്റ്റിസ് ഇല്ലേ, സ്വാഭാവിക നീതി കൊടുക്കണ്ടേ? ആർക്കെതിരായിട്ട് ഇല്ലെങ്കിൽ അവരുടെ ജീവിതം പോയില്ലേ? ഞങ്ങൾ നടപടിയെടുത്താൽ അവർ കുറ്റക്കാരാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാവും. കുറ്റക്കാരാണെങ്കിൽ ആ കുറ്റക്കാർക്കെതിരായിട്ട് നടപടിയെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവർക്ക് കേൾക്കാൻ, അവരുടെ ഭാഗം കേൾക്കാനുള്ള അവസരം കൂടി കൊടുത്തിട്ട് ഞങ്ങളത് ചെയ്യണം. അതായത് MN വിജയന്റെ ആരോപണത്തെ അതീവ ഗൗരവത്തോടെ തന്നെ ആ കുറ്റാരോപിതർ എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണെന്ന് ഉൾക്കൊണ്ടാൽ നടപടി ഉണ്ടാവും. അവർക്ക് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ ഉറപ്പാട് ചെയ്യും. ഏത് നടപടി എടുക്കുന്നതിന് മുമ്പ് ആർക്കെതിരെയും നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ട്, സ്വാഭാവികത. അവരെ കൂടി കേൾക്കണമെന്നാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പാർട്ടി എപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ CPM ചെയ്യുന്ന പോലെ അല്ല, ഇത് കണക്ട് ചെയ്ത് ഈ സ്വാഭാവിക നീതിയായിട്ടുള്ള ചർച്ച വരുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന സാധനം ഈ ചർച്ച ആയതൊരു സംഗതി PP ദിവ്യ നവീൻ ബാബു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ ഉണ്ടാകുന്നു. അവിടെ ഒരു ആത്മഹത്യക്കുറിപ്പോ ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പരാമർശവും നേരിട്ട് വരുന്നില്ല. പക്ഷേ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കും കോൺഗ്രസ് ഒരു സംഘടനാ നേതൃത്വം എന്നുള്ള നിലയ്ക്കും തൊട്ടടുത്ത് തന്നെ PP ദിവ്യക്കെതിരെ കൃത്യമായ ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഒരു പൊതുബോധത്തിന് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും ഇതൊരു ഇരട്ടത്താപ്പായിട്ടാണല്ലോ. അല്ല, അങ്ങനെയല്ല, ഒരിക്കലും അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PP ദിവ്യയുടെ വിഷ്വലാണ്. PP ദിവ്യ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി അയാൾക്കെതിരായിട്ട് അനാവശ്യമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നു. എന്നിട്ട് അവർ തന്നെ ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്ന്, വീഡിയോഗ്രാഫറെ കൊണ്ടുവന്ന് ഇത് കംപ്ലീറ്റ് വിശദീകരിക്കുന്നു. അവർക്കെതിരായി നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അവർക്കെതിരായിട്ട് നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇവർ കേസെടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഇവർക്കെതിരായി കേസെടുത്തല്ലോ. ഞാൻ പറയുന്നത് നിയമപരമായ നടപടി എടുത്തു കഴിഞ്ഞു. നിയമപരമായ നടപടി എടുത്തു കഴിഞ്ഞു. ദിവ്യയുടെ കേസിൽ അത് എടുത്തിട്ടുണ്ടായില്ല, ചെയ്തില്ലായിരുന്നു ആദ്യം. പിന്നീടാണ് ഞങ്ങളെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നടപടിയെടുത്ത്. ഇവിടെ നിയമപരമായ നടപടി എടുത്തു കഴിഞ്ഞു. ഇവിടെ പാർട്ടി നടപടി എടുക്കുന്ന കാര്യമാണ്. അവരെ പാർട്ടി അവരന്വേഷിച്ചിട്ടാണ് നടപടിയെടുത്തത്. അതിന്റെ തൊട്ട് പിന്നാലെ സംഘടനാ തലത്തിൽ നടപടി അവര് അന്വേഷിച്ചിട്ടാണ് നടപടിയെടുത്തത്. അതായത് കോൺഗ്രസ് ആ അന്വേഷണ ഘട്ടത്തിലാണ്. ഞങ്ങൾ ആ അന്വേഷണ ഘട്ടത്തിൽ ഞങ്ങൾ ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തരണം എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായ നടപടി ഞങ്ങളല്ലല്ലോ എടുക്കേണ്ടത്, ഗവൺമെന്റാണ്. മറ്റേ കേസിൽ രണ്ടും എടുക്കേണ്ടത് ഗവൺമെന്റും CPM ആണ്. മനസ്സിലായില്ലേ? ഗവൺമെന്റും എടുക്കണം, CPM എടുക്കണം. ഗവൺമെന്റ് എടുത്തില്ല എന്ന് മാത്രമല്ല, പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഇവിടെ ഗവൺമെന്റ് എടുത്തു, ഒരു അന്വേഷണം നടത്തിയിട്ട് ഞങ്ങൾ ആ അന്വേഷണത്തെ എതിർത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ രാഷ്ട്രീയ പ്രേരിതമാണ് അന്വേഷണം, കിട്ടിയപ്പോൾ തന്നെ എടുത്തു, ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അത് തന്നെ അന്നത്തെ നിലപാട്, ഇന്നത്തെ നിലപാട് ഒന്ന് തന്നെ. അതേസമയം തന്നെ ഈ ആരോപണം ഉയർന്ന സ്ഥിതിക്ക് ഒരാളും ഈ ആരോപണം നിഷേധിക്കുകയോ ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുവാനുള്ള ഒരു നടപടിയും പാർട്ടിയോ ആരും സ്വീകരിച്ചിട്ടില്ല. പാർട്ടിയിൽ ഒരാൾ പോലും വന്ന് സംസാരിച്ചോ? ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചോ? ഇത് ചെയ്തത് ശരിയാണെന്ന് സംസാരിച്ചോ? അല്ലെങ്കിൽ ഇതൊരു വ്യാജ കത്താണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? കത്തിൻ്റെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അന്വേഷണം നടക്കട്ടെ, അന്വേഷണം ശരിയായ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അത്രയേ ഉള്ളൂ.
അതിന്റെ പാർട്ടി തല അന്വേഷണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത് പാർട്ടിയിലെ നടപടി എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് പാർട്ടി തലത്തിൽ അന്വേഷിച്ച് തീരുമാനമെടുക്കും. സംശയം നമ്മൾ തുടങ്ങിയല്ലോ, പിറ്റേ ദിവസം തന്നെ അവർ പോയല്ലോ. 2.5 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവായതിന് തൊട്ട് പിന്നാലെ സംസാരിക്കുന്ന ഘട്ടത്തിൽ അന്ന് ഈ പറഞ്ഞ ഇവിടുത്തെ സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ടും മതനേതൃത്വവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ തുറന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന 1.5 വർഷം ഈ സഭാ ഇലക്ഷന് ബാക്കി നിൽക്കെ വി ഡി സതീശൻ എന്നുള്ള നേതാവിന് കോൺഗ്രസ് എല്ലാ കാലത്തും ഈ ഒരു കൺസോളിഡേഷൻ, സാമുദായിക മത നേതൃത്വത്തിൻ്റെ ഒരു ഐക്യം, അതിൻ്റെ പിന്തുണ, അതിൻ്റെ ഒരു പരീക്ഷണം ഇതിന് UDF കിട്ടണം എന്ന് കരുതുന്ന, അല്ലെങ്കിൽ അത് പ്രീണനം എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മത നേതൃത്വമായിട്ടുള്ള അടുപ്പവും ചർച്ചയൊക്കെ നടത്തിയിരുന്ന ഒരു മുന്നണിയാണ്. ഏതെങ്കിലും തരത്തിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൽ അത്തരത്തിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാമുദായിക നേതൃത്വത്തിനോട് അടുപ്പം പുലർത്തി അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ടായിരുന്നില്ലല്ലോ തുടക്കം മുതലേ ഉണ്ടായിരുന്നത്. ഈ അന്നത്തെ ഇൻ്റർവ്യൂ പരിശോധിച്ചാൽ അറിയാം, ഞാൻ എല്ലാ സമുദായ നേതൃത്വവുമായും ബന്ധമുള്ള ആളാണ് അന്നും. പക്ഷേ ആ ബന്ധത്തിന് ചില പ്രത്യേകമായ രീതിയിലാണ്, അവരല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 1. 2, അവർക്കൊരു പ്രശ്നം വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ഞങ്ങളായിരിക്കും. ഇനി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തും. മുഴുവൻ ആളുകളായിട്ട് ഞങ്ങൾ നല്ല ബന്ധമാണ് പുലർത്തുന്നു, മുഴുവൻ ആളുകളായിട്ട്. വ്യക്തിപരമായി നമ്മളെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ധാരാളം പേര് സമൂഹത്തിൽ കാണും. കേരളത്തിലുള്ള എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് നടക്കുക. ചിലർക്ക് എന്നെ ഇഷ്ടമാവില്ല, ചിലപ്പോൾ എൻ്റെ രീതികൾ ഇഷ്ടമാവില്ല, ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമാവില്ല, ചിലപ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് ഇഷ്ടമാവില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുണ്ടാവും, നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുണ്ടാവും. എല്ലാ വ്യക്തികൾക്കും ഇല്ല അത് സ്വാഭാവികമാണ്. എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു മുന്നണി എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാ സമുദായങ്ങളുമായിട്ടും ഞങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്. അവരെല്ലാവരെയും അറിയാം. പിന്നെ എല്ലാവരും നമ്മളെ പ്രോഗ്രാമുകൾക്കൊക്കെ വിളിക്കാറുണ്ട്, നമ്മൾ പോവാറുണ്ട്. ഒരു കാലത്തും വിളിക്കാത്ത തരത്തിൽ ഈ കാലഘട്ടത്തിൽ വിളിക്കാറുണ്ട്, എല്ലാ പരിപാടികൾക്കും വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. അത് അവർ വിളിക്കുന്ന പരിപാടികൾ അത്രയും വ്യത്യസ്തമായ പരിപാടികളാണ് നമ്മളെ വിളിക്കാറുള്ളത്, നമ്മൾ പോകാറുണ്ട്. അല്ല, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പം കെ മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ പറഞ്ഞാൽ ഈ മത സാമുദായിക നേതാക്കളുടെ ഒരു തിണ്ണം നിരങ്ങുന്നൊരു ശൈലി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശൈലിയെ തുറന്ന് എതിർത്തിട്ടുള്ള നേതാക്കളാണ്. അതിപ്പോ അത് ഏതെങ്കിലും തരത്തിൽ അതിലൊരു മാറ്റം വരുത്തേണ്ട ഒന്നാണെന്ന് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അത് ഒരു ഘട്ടത്തിൽ സാമുദായിക നേതൃത്വവുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് മാത്രമാണ് പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നു. അപ്പം ഞങ്ങളതിന് മുന്നറിയിപ്പ് നൽകി. ഇതിനൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേണം ആ ബന്ധങ്ങൾ നിലനിർത്താൻ. മനസ്സിലായില്ലേ? ഏത് സമുദായമാണെങ്കിലും അവരാണ് പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മുന്നണിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള സ്ഥിതി വരാൻ പറ്റില്ല. അത് രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. ആ രാഷ്ട്രീയ തീരുമാനങ്ങളോട് അവർക്കൊക്കെ അഭിപ്രായം പറയാം, എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാം. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയും മുന്നണിയുമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസം കാര്യത്തിലില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതോട് ചേർത്താണ് ചർച്ചയായിട്ടുള്ളത് ഈ ശിവഗിരിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയുള്ള സനാതനധർമ്മം രാജ്യത്തിൻ്റെ പൈതൃകമാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. കാരണം അതായത് വി ഡി സതീശനെ പോലെ വളരെ പുരോഗമന സ്വഭാവത്തിൽ ഈ പറഞ്ഞ നേരത്തെ തന്നെ ഒരു ലിബറൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടൊക്കെ പുലർത്തിയിരുന്ന നേതാവിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്നുള്ളൊരു ചോദ്യം അന്നുണ്ടായിരുന്നു. കാരണം സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണാശ്രമ വ്യവസ്ഥയുമായി ചേർത്താണ് എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നത്. അതിൽ ബ്രാഹ്മണ്യം മേധാവിത്വം എന്നുള്ളത് പ്രധാന ചർച്ചയായിരുന്നു, ജാതി വ്യവസ്ഥ എന്നുള്ളതൊക്കെ ചർച്ചയായിരുന്നു. അവിടെ ഏതെങ്കിലും തരത്തിലൊരു ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ ഒരു കൺസോളിഡേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു കൺസേൺ ഒരിക്കലുമല്ല. ഞാൻ രാഷ്ട്രീയമായി മാറിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഭയങ്കര ചോദ്യമായിരുന്നു. അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ചാതുർവർണ്ണയമാണ്, വർണ്ണവ്യവസ്ഥയാണെന്ന് പറയുന്നത്. സനാതനധർമ്മം എന്ന് പറയുന്നത് കൾച്ചറൽ ലെഗസിയാണ് ഇന്ത്യയുടെ. ഇനി ഹിന്ദു എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഉണ്ടല്ലോ, അതൊരു മതമാണ്, അതൊരു കൾച്ചറാണ്, എല്ലാമാണ്. ഹിന്ദുത്വ വ്യത്യാസമുണ്ട്. ഹിന്ദുവും ഹിന്ദുത്വത്തെയും വേർതിരിച്ച് നമ്മൾ അറിയണം. ഹിന്ദുത്വ എന്നിപ്പോൾ പറയുന്നത് പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല, മതനിരാസനമല്ല. വെസ്റ്റേൺ സെക്യുലറിസം അതാണ്. ഇന്ത്യൻ സെക്യുലറിസം ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്.
ഞാൻ മതവിശ്വാസിയായി ഹിന്ദു മതവിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെ മറ്റു മതങ്ങളിൽപ്പെട്ട ഒരാൾക്ക് അയാളുടെ മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസം പ്രചരിപ്പിക്കാനുമുള്ള അയാളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ കൂടി സംരക്ഷിക്കണം. അതാണ് ഇന്ത്യൻ സെക്യുലറിസം. അപ്പോൾ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ലെഗസിയാണ്. അതിൻ്റെ യാത്രയിൽ അതിനെ തെറ്റായി വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അത് ഹിന്ദു ധർമ്മത്തെ മാത്രമല്ല, അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ മാത്രമല്ല, ഇസ്ലാമിനെ, പിന്നീട് പൗരോഹിത്യം, ക്രൈസ്തവ സഭ ഉണ്ടാക്കിയ സമയത്ത് അതിനുശേഷം ചർച്ച്, അപ്പോൾ ക്ലർജിഹുഡ് എന്ന് പറയും, പൗരോഹിത്യം എന്ന് പറയും, ഇത് അവർ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പല കാലങ്ങളിൽ പലരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല രീതിയിൽ. എല്ലാ മതങ്ങളും, ലോകത്തുണ്ടായ എല്ലാ മതങ്ങളെയും ആ മതങ്ങളുടെ സാരാംശങ്ങൾ ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ സാരാംശങ്ങളിൽ നിന്ന് വിരുദ്ധമായ ഒരു തരത്തിലേക്കുള്ള യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് അതിനെ വളരെ സൂക്ഷ്മമായ തലത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു അജണ്ടയുമായി ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംഘപരിവാർ നിൽക്കുകയാണ്. അവർ ഹിന്ദുവിൻ്റെ മുഴുവൻ ക്ലെയിം എടുക്കുകയാണ്. ഞങ്ങളാണ് ഹിന്ദു, ഹിന്ദുത്വ ആണ് ശരിക്കും അവരുടേത്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങളാണ് ഹിന്ദു, ഞങ്ങളാണ് ഹിന്ദുവിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത്, ഞങ്ങൾക്കാണ് ഹിന്ദുവിൻ്റെ പൈതൃകമുള്ളത്. അതെങ്ങനെ അവർക്ക് മാത്രം പൈതൃകമാകുന്നത്? അതുകൊണ്ടാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. കാവി ഉടുത്ത് പറഞ്ഞു, ഞാൻ സഫ്രണൈസേഷൻ എന്ന വാക്കിനെതിരാണ്. കാവ്യവൽക്കരണം എന്നുള്ള കാവി എന്ന് പറയുന്നത് അത് വിവേകാനന്ദൻ കാവ്യല്ലേ ധരിച്ചിട്ടുള്ളത്? വിവേകാനന്ദൻ ഇവർ പറയുന്ന ഹിന്ദുത്വയാണോ പ്രചരിപ്പിച്ചിട്ടുള്ളത്? ഇവിടെ ക്രൈസ്തവരായിട്ടുള്ള ബിഷപ്പുമാർ ഇവിടെ കാവ്യ എടുത്തിട്ടുള്ള ആളുണ്ട്. കാവ്യ എടുത്തിട്ടുള്ള ബിഷപ്പുമാരുണ്ടായിരുന്നു, കാവി മാത്രമുള്ള അവരുടെ ഡ്രസ്സ് ധരിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പോൾ കാവി നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ എത്ര പിള്ളേരാണ് കാവി മുണ്ടെടുത്തുകൊണ്ട് നടക്കുന്നത്? അവരൊക്കെ RSSകാരാണ്. അമ്പലത്തിൽ പോകുന്നവരൊക്കെ RSSകാരാണ്. ചന്ദനം തൊടുന്നവരൊക്കെ RSSകാരാണ്. അങ്ങനെ മൊത്തം ഹിന്ദുക്കളെയും BJPയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി നടത്താൻ പാടില്ല. ഹിന്ദു ഇന്ത്യയിലെ മഹാഭൂരിപക്ഷമുണ്ട്. ഹിന്ദുവിനെ അവർ ചെയ്യാൻ നോക്കുന്നത് എന്താ? അവർ ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിൽ രണ്ടാക്കി ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി മജോറിറ്റിയുടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി ആ മജോറിറ്റിയുടെ വോട്ട് തട്ടി വിജയിക്കാൻ നോക്കുക. മറ്റവരെ ഹിറ്റ്ലറൊക്കെ ചെയ്തതുപോലെ ജൂതന്മാർ പൊതുശത്രുവാണ് എന്ന് പറഞ്ഞതുപോലെ മൈനോറിറ്റി പൊതുശത്രുവാണ് എന്ന് പറയുന്നൊരു ധാരണ മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഉണ്ടാക്കുക. അപ്പം സനാതനധർമ്മം ഇന്ത്യയിലെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതിൻ്റെ സാരാംശം, അദ്വൈതം, ഞാൻ പറഞ്ഞു തത്വമസി, അത് നീ തന്നെയാകുന്നു. അത് ശരിക്കും പറഞ്ഞത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹിന്ദുമത കൺവെൻഷന് ചെറുകോൽപ്പുഴയിൽ പോയിരുന്നു. അത് ഞാൻ പറഞ്ഞ പോയിൻ്റ് എല്ലാം ഒരു പൊരുൾ തേടിയുള്ള അന്വേഷണമാണ്, സത്യം തേടിയുള്ള അന്വേഷണമാണ്, ദൈവത്തെ തേടിയുള്ള അന്വേഷണമാണ്. അത് പലരും പല വഴിക്ക് യാത്ര ചെയ്യുകയാണ്. ചിലർ പള്ളിയിൽ പോയി കുർബാന നടത്തി പ്രാർത്ഥിച്ച് ദൈവത്തെ അന്വേഷിച്ചുള്ള പുറപ്പാടാണ്. ചിലർ വേറെ രീതിയിലുള്ള മതപരമായ രീതിയിലുള്ള ആചാരങ്ങൾ അനുസരിച്ച്, ചിലർ അമ്പലത്തിൽ പോയി ദീപാരാധന നടത്തി തൊഴുതു പോകും. ഇതെല്ലാം ഒരു പൊരുൾ തേടിയുള്ള, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൊരുൾ തേടിയുള്ള അന്വേഷണമാണ്. അവസാനം അത് നീ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സത്യം തേടിയുള്ള അന്വേഷണമാണ്. അതൊക്കെയാണ് സനാതനധർമ്മത്തിൽ പറയുന്നത്. സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ്, 10,000-കണക്കിന് അത് ഇന്ത്യയുടെ ഒരു ഋഷി പാരമ്പര്യത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുകൂടി കൊണ്ടുപോയിട്ട് നമ്മളെന്തിനാണ് സംഘപരിവാറിന് കൊടുക്കുന്നത്? അത് ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പൈതൃകത്തിന് അവകാശപ്പെട്ടത് സംഘപരിവാറാണെന്ന് അവർക്ക് എന്താണ്? അവരെപ്പോഴാണ് വന്നത്? അവരുണ്ടായിട്ട് 100 വർഷമായിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതലായില്ലേ കോൺഗ്രസ് ഉണ്ടായിട്ട്. എനിക്കൊരു 24 മണിക്കൂർ കിട്ടിയല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിട്ട്. ഞാൻ ഗാന്ധി എന്താണ് സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് ഞാൻ വായിച്ചു. ഇനി നെഹ്റു എത്തിസ്റ്റായിരുന്നു, പ്രോഗ്രസീവ് ആയിരുന്നു. നെഹ്റു എന്താണ് സനാതന ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം പ്രൈസ് ചെയ്താണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഒരു കൾച്ചറൽ വാല്യൂവിനെ കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അപ്പം ഗാന്ധിയൻ നെഹ്റു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പരിപാടിയാണ് 1926 ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അവസാനത്തെ സന്ദേശം എന്താ? പള്ളാത്തുരുത്തിലാണ്, ആലപ്പുഴയിലെ പള്ളാത്തുരുത്തിയിലാണ് സന്ദേശം. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അവസാനത്തെ സന്ദേശം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സനാതനധർമ്മം തന്നെ അതൊരു മതമാണെന്ന്. അത് പള്ളാതുരുത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഈ അവസാനത്തെ വാചകം. അപ്പോൾ അവരൊക്കെ
ഈ സനാതന ധർമ്മത്തെ അദ്ദേഹം വർണ്ണാശ്രമത്തെയും ചാതുർവർണ്ണത്തെയും ജാതി വ്യവസ്ഥയും സവർണ വ്യവസ്ഥയും ഏറ്റുമുട്ടിയ ആളാണ്, വിപ്ലവകരമായി ഏറ്റുമുട്ടിയ ആളാണ്. ഏറ്റുമുട്ടിയപ്പോൾ തന്നെ സനാതന മൂല്യങ്ങളെ അദ്ദേഹം ബഹുമാനിക്കുകയും ആദരിക്കുകയും അത് തന്നെയാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന തൻ്റെ ഒരാശയം, അതും സനാതനമാണ്, സനാതന ധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കൂടി പറയാണ്, എല്ലാം കൂടി സംഘപരിവാറിന്. ഇതൊക്കെ ഹിന്ദുത്വ അജണ്ട വേറെ. നമ്മൾ വളരെ ഇതൊരു വല്ലാത്ത കാലമാണ്. ഞാൻ ആ അപകടം വളരെ നന്നായി തിരിച്ചറിയുന്ന കാലമാണ്. ഞാൻ ഇത് അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല, 5 കൊല്ലം മുമ്പ് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. കാവ്യ ഉടുത്തവനും അമ്പലത്തിൽ പോകുന്നവനും ചന്ദനം തൊടുന്നവനെയും നിങ്ങൾ RSSകാരാക്കി RSSന് ആളെ കൂട്ടാൻ നടക്കണ്ട. മനസ്സിലായി? അമ്പലത്തിലേക്ക് ഞാൻ അമ്പലത്തിൽ പോകുന്ന ആൾ, ഞാൻ വിശ്വാസിയാണ്, ഞാൻ RSSകാരനാണ്, ഞാൻ അവരുമായിട്ട് ഏറ്റുകൂട്ടുന്ന ആളല്ലേ. വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഹിന്ദുവിനെയും ഹിന്ദുത്വയെയും, ഹിന്ദു എന്ന് പറയുന്ന മതത്തെയും ഹിന്ദുത്വത്തെയും ഇവർ കൂട്ടിക്കലർത്തും. ഇവരുടെ ഹിന്ദുത്വ വേറെയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. അതാണ് ആശയപരമായ പ്രചരണം. ഞാൻ വളരെ ആലോചിച്ചും വളരെ ശ്രദ്ധിച്ചും പഠിച്ചും ആണ്. എനിക്ക് പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും വലിയ പിന്തുണ കാര്യത്തിൽ കിട്ടി. സ്വാഭാവികമായിട്ടൊരു ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും പോലുള്ള വളരെ കേരളത്തിൻ്റെ ഒരു പുരോഗമന മുന്നേറ്റ സംവിധാനത്തിൻ്റെ ഭാഗമായി നേതൃത്വം എടുത്തൊരു സംഘടനയുടെ പ്രതിനിധിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി സംസാരിക്കുമ്പോൾ അംബേദ്കറിലൂടെയുള്ളൊരു അംബേദ്കർ വിഭാവനം ചെയ്തൊരു ഭരണഘടന അല്ലെങ്കിൽ ഒരു വർണ്ണാശ്രമ വ്യവസ്ഥയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള ജനാധിപത്യം, ഇതിൻ്റെ ഒരു എതിർദിശയിലുള്ള ഈ പറഞ്ഞ ജാതി സങ്കല്പത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ബ്രാഹ്മണ്യത്തിൽ ഊന്നിയിട്ടുള്ള ഒരു വർണ്ണാശ്രമ വ്യവസ്ഥയെ പിന്തുണച്ചിട്ട് ഒരു ഈ പറഞ്ഞ ഒരു മൃദു ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുത്വ നിലപാടിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യമായിട്ടാണല്ലോ പിന്നീട് ചർച്ചകൾ വന്നത്. ദളിത് ചിന്തകരടക്കം അത്തരം ചോദ്യം ചോദിച്ചിരുന്നു. തെളിവുകളുണ്ടോ ഈ സനാതന സംസ്കാരം? വർണ്ണാശ്രമ വ്യവസ്ഥയെയും ചാതുർവർണ്ണത്തെയും നമ്മൾ എതിർക്കുമല്ലോ. ശിവഗിരി കുന്നുകളിൽ പോലല്ലേ നമ്മൾ സംസാരിച്ചത്. ഞാൻ പറഞ്ഞ ഈ നിലപാടിനെ ശിവഗിരി മഠാധിപതി അടക്കം ഉള്ള മുഴുവൻ ശിവഗിരിയിലെ സന്യാസിമാരും പിന്തുണച്ചു. സ്റ്റേജിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നിലപാടെന്ന് പറഞ്ഞു, ഇതാണ് കൃത്യതയാർന്ന നിലപാട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവിടുത്തെ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞത്, സാറിന് കുറച്ചുകൂടി വിശദമായിട്ട് കുറേ കൂടി നേരം സംസാരിക്കാമായിരുന്നു, നല്ല നിലപാടാണെന്ന് പറഞ്ഞു. മഠാധിപതിയായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഞാൻ സീറ്റിലിരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന് എന്നെ അഭിനന്ദിച്ചു. അതായത് ശ്രീനാരായണീയ ധർമ്മത്തിൻ്റെ ആ ദർശനത്തിൻ്റെ ഇതിനാണ് അല്ലേ, അവർ പ്രചരണത്തിനാണ് അവർ ശിവഗിരി മഠങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. അവർക്കത് കൃത്യതയുണ്ട്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എന്നുള്ളത്, അല്ലാതെ മറ്റേതല്ല ശരി. അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ്. അത് ആരുമില്ല അതിൻ്റെ അകത്ത്. നമ്മൾ മനുസ്മൃതി അല്ലല്ലോ അനുകൂലിച്ചത്, അതൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. അദ്വൈതം എന്ന് പറയുന്നത് എന്താ? രണ്ടില്ല, എല്ലാം ഒന്നാണെന്നാണ് അല്ലേ. തത്വമസി, അത് നീ തന്നെയാകുന്നു എന്നാണ്. ദൈവത്തെ തേടിയുള്ള പൊരുൾ തേടിയുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിൽ നിനക്ക് ബോധ്യമാകും അത് നീ തന്നെയാണ്. എല്ലാവരിലും ദൈവം ഉണ്ടെന്നുള്ള വളരെ മഹനീയമായ ആദർശങ്ങളും തത്വങ്ങളുമാണത്. വലിയ ഇത് അതിനെയൊക്കെ പിന്നീട് ഈ പറഞ്ഞ പൗരോഹിത്യം തന്നെ ഈ അത് കണ്ടെത്തുമ്പോഴാണ് നിനക്ക് ബ്രാഹ്മണ്യം ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അല്ലാതെ ബൈ ബർത്ത് ബ്രാഹ്മണ്യം എന്നല്ല സനാതന ധർമ്മത്തിൽ പറയുന്നത്. സനാതന ധർമ്മത്തിൽ ബൈ ബർത്ത് അല്ല ബ്രാഹ്മണ്യം. നീ അത് കണ്ടെത്തുമ്പോൾ നിനക്ക് ബ്രാഹ്മണ്യം വരും, ആർക്കും വരും ബ്രാഹ്മണ്യം. ഏത് ഇതിൽപ്പെട്ട ആൾക്കും വരും ബ്രാഹ്മണ്യം എന്നാണ്, അല്ലാതെ ബൈ ബർത്ത് ബ്രാഹ്മണ്യം എന്നല്ല പറയുന്നത്. നമ്മുടെ ഒരു റീസെൻറ്റ് പൊളിറ്റിക്കൽ ഡിബേറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് മറ്റ് ഇതിലേക്ക് വരാതെ ഇപ്പോൾ ഈ PV അൻവറുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത്. ഇപ്പം UDFൻ്റെ വിപുലീകരണം ചർച്ചയുടെ ഭാഗമാണോ എന്നുള്ളത് ഉറപ്പായും അത് പ്രതിപക്ഷ നേതാവിനോടാണ് ആദ്യമായിട്ട് ചോദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ RJD ശ്രേയംസ് കുമാർ UDFൻ്റെ ഭാഗമാവുമെന്ന് കേൾക്കുന്നു. ജോസ് കെ മാണിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമെന്നുള്ള സംഗതി മാധ്യമ വാർത്തയായിരിക്കും. കാരണം ഇതിലെത്രത്തോളം പതിരുണ്ട് വസ്തുതയുണ്ടെന്നുള്ള അറിയില്ല. എന്നാൽ പോലും PV അൻവറിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ പൊതുസമൂഹത്തിനും
കോൺഗ്രസിൻ്റെ അണികൾക്കും ഏറ്റവും യുക്തിഭദ്രമെന്ന് തോന്നുന്ന നിലപാടാണ് തുടക്കം മുതൽ ശ്രീ വി ഡി സതീശൻ്റെതായിട്ട് വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ വ്യക്തിഹത്യാ സ്വഭാവത്തിലുള്ള ആരോപണവും അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ നിരന്തരം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് കോൺഗ്രസിനെതിരെ നിരന്തരം സൈബർ ആക്രമണവും അല്ലാതെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നൊരു നേതാവാണ് അദ്ദേഹം. CPM-ൻ്റെ ഭാഗമല്ലാതായി മാറിയതിന് ശേഷം UDF-ൻ്റെ ഭാഗമാവുമോ, UDF-ലേക്ക് ക്ഷണിക്കുമോ, ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് ശേഷം അദ്ദേഹം ഉറപ്പായും കോൺഗ്രസിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ അപ്പം ഒരു മുൻ നിലപാടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു അയവിലേക്കോ അല്ലെങ്കിൽ പാർട്ടിയും മുന്നണിയും ആ നിലയ്ക്ക് ആലോചിച്ചാൽ ഞാൻ അതിൻ്റെ ഭാഗമായേക്കാം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്? അങ്ങനെയല്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല, കൂട്ടായി എടുക്കേണ്ട തീരുമാനമാണ്, എല്ലാവരും ചേർന്നെടുക്കേണ്ട തീരുമാനമാണ്. പിന്നെ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി ആ തീരുമാനത്തിന് വിധേയരാവേണ്ട. ഇതെന്ന് വെച്ചാൽ ഇതൊക്കെ മാധ്യമ ചർച്ചകളാണ്. ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു ചാനലിലെ വാർത്തയാണ് അൻവർ UDF-ലേക്ക്, പിറ്റേ ദിവസത്തെ വാർത്ത വേറെ ചാനൽ BDJS UDF-ലേക്ക്, വേറെ സ്ഥലത്തേക്ക് പറയുന്നു ജോസ് കെ മാണിയുമായി ചർച്ച നടത്താൻ ഇന്ന ആളുകൾ പോകും, പിന്നെ ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടി UDF-ലേക്ക് വരും. ഇവരാരുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. UDF അവരെല്ലാം മുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ, അവരുടെ മുന്നണിയിൽ നിൽക്കട്ടെ. അവരുടെ വിശ്വാസ്യതയെ നമ്മളെന്തിനാ കളങ്കപ്പെടുത്തുന്നത്? നമ്മൾ അവരുമായിട്ട് ചർച്ച നടത്താതെ നമ്മൾ അവിടെ എന്തിനാ ദുർബലരാകുന്നത്? അവരൊരു മുന്നണിയിൽ നിൽക്കുകയല്ലേ. ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലേ? അവരാ മുന്നണി വിട്ടു പോരണമെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാകണം. ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരട്ടെ. അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇപ്പം നമ്മൾ അവരിങ്ങോട്ട് വരാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസ്യത നമ്മളെന്തിനാ കളങ്കപ്പെടുത്തുന്നത്? രാഷ്ട്രീയമായി ചില നിലപാടുകൾ അക്കാര്യത്തിൽ നമുക്ക് വേണം. പിന്നെ UDF എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. UDF നേതൃത്വം എന്ന് പറയുന്നത് ഒരു അസ്വാരസ്യങ്ങളും ഇല്ലാത്ത ഒരു മുന്നണിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റും? കഴിഞ്ഞ 3-3.5 വർഷക്കാലമായി ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ല ആത്മബന്ധമുണ്ട്, ഒരുമിച്ച് തീരുമാനങ്ങളെടുക്കും. ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയാൽ പ്രധാനപ്പെട്ട പാർട്ടികളിലെ നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആലോചന നടത്തും. ഞങ്ങൾ മുന്നണി എല്ലാ മാസവും പറ്റുമെങ്കിൽ UDF യോഗം ചേരും. കേരളത്തിൻ്റെ UDF ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ UDF യോഗങ്ങൾ നടന്നിട്ടുള്ളത് ഈ 3.5 കൊല്ലക്കാലം. ഏറ്റവും കൂടുതൽ UDF യോഗങ്ങൾ നടന്നിട്ട് എല്ലാ കാര്യത്തിനും ഞങ്ങൾ തമ്മിലുള്ളതുണ്ട്. ഒരു അസ്വാരസ്യവും കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും ഇല്ല. മലപ്പുറം കൊണ്ടോട്ടിയിൽ 20 വർഷമായി നിലനിന്നിരുന്ന ഒരു വിഷയം വരെ ഞങ്ങൾ രമ്യമായി പരിഹരിച്ചു. നല്ല ബന്ധമുണ്ട്. കോൺഗ്രസ് അതിന് ലീഡ് ചെയ്യുന്നു. പക്ഷേ കോൺഗ്രസ് ലീഡർഷിപ്പ് എപ്പോഴും അവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കും. ചെറിയ പാർട്ടിയും വലിയ പാർട്ടിയൊന്നുമില്ല. ചെറിയ പാർട്ടികൾക്ക് വരെ അതിൻ്റേതായ പ്രത്യേകത. മുന്നണി രാഷ്ട്രീയം നമ്മൾ പണ്ട് നമുക്ക് മുന്നേ നടന്നുപോയ ആളുകൾ ഇന്ന് മുന്നണി രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ദേശീയ തലത്തിലും വന്നിരിക്കുകയാണ്. കേരളം അതിന് ബീജാപാപം ചെയ്യപ്പെട്ട, ആ മുന്നണി രാഷ്ട്രീയം ബീജാപാപം ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നതാണ്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ UDF-ൻ്റെ അടിത്തറ വിപുലപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് വരും. അപ്പോൾ ഞങ്ങൾ അറിയിക്കും. അല്ലാതെ ചില മാധ്യമങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കുക. എൻ്റെ ഉച്ചയാകുമ്പോൾ ഒന്ന് എന്നോട് ചോദിക്കുക, ഞാൻ അറിഞ്ഞിട്ടില്ല. UDF-ൻ്റെ ചെയർമാനായ ഞാനോ UDF-ൻ്റെ നേതൃത്വത്തിലുള്ളവരോ ആരും അറിയാത്ത തീരുമാനങ്ങൾ എടുത്തു എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മളോട് ഒന്ന് ചോദിക്കുക. അത് ഞാൻ എന്താ പറയുക? ഞാൻ അവരോട് കൈകൂപ്പി പറഞ്ഞു, ദേവി ഇത് ഒരു പാർട്ടിയെ മുന്നണിയിലെടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഞങ്ങൾക്കൊന്ന് വിട്ടു തരണം എന്ന് പറഞ്ഞു. അപ്പം അത് കുറച്ച് ഇതൊക്കെ ഈ ഓരോ ദിവസത്തെ വാർത്തകളാണ്. ഈ അൻവറിന്റെ കാര്യം സ്പെസിഫിക് ആയി ചോദിച്ചാൽ അതിലൊരു അടഞ്ഞ നിലപാടിൽ നിന്ന് കുറച്ചുകൂടി തുറന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ അറസ്റ്റിനൊക്കെ ശേഷമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കാണുമ്പോൾ അറസ്റ്റ് വേറെ ഇത് വേറെ, അതൊക്കെ ഞങ്ങൾ ഇഷ്യൂ ബേസ്ഡാണ്. അറസ്റ്റ് തെറ്റായിട്ടുള്ളൊരു അറസ്റ്റ് ചെയ്തത്. കാരണം അൻവർ കയറി തല്ലിപ്പൊളിച്ചിട്ടില്ല, അവിടെ MLA കയറി തല്ലിപ്പൊളിച്ചിട്ടില്ല. തല്ലിപ്പൊളിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യാം. എന്തിനാണ് MLA രാത്രി 100-100 ചില്ലാൻ പോലീസുകാരുമായിട്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യണത്? എന്തിനാ? ഒരു പോലീസുകാരെ കൊണ്ട് നോട്ടീസ് കൊടുത്താൽ പോലെ നാളെ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാണ്, MLA ഹാജരാകുമല്ലോ, അപ്പോൾ അറസ്റ്റ് ചെയ്യാമല്ലോ. ജാമ്യമില്ലാത്ത കേസാണെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ. ജാമ്യമില്ലാത്ത കോടതി ഇപ്പോൾ ജാമ്യം കൊടുത്തല്ലോ കോടതി, ഈ സന്ധ്യയ്ക്ക് പോയി അറസ്റ്റ് ചെയ്തെന്തിനാ? അപ്പോൾ അതൊരു ഭരണത്തിൻ്റെ ഒരു എക്സസ്സാണ് അവിടെ ചെയ്തത്. ഞങ്ങൾ അതിനെ വിമർശിച്ചു. അതും അദ്ദേഹത്തിൻ്റെ UDF പ്രവേശനവും തമ്മിൽ ഒരു ബന്ധമില്ല. അത് വേറെ ഇത് വേറെ. UDF പ്രവേശനം
ഞങ്ങൾ പറഞ്ഞല്ലോ, വാതിലടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ടുമില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഞങ്ങൾ ആലോചിച്ചിട്ട്, രാഷ്ട്രീയ തീരുമാനങ്ങളാണ്, പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പിന്നെ ഒരു ദിവസം പറഞ്ഞു, അൻവർ ഒരു ജാഥ നടത്തുന്നതിന് മുമ്പ് ആ ജാഥയിൽ 3 DCC പ്രസിഡന്റുമാർ പങ്കെടുക്കും, ലീഗ് നേതാക്കന്മാർ പങ്കെടുക്കും, UDF ഒന്നടങ്കം പങ്കെടുക്കും എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ അദ്ദേഹം ഒരു ജാഥ നടത്തിയാൽ ആ ജാഥയിൽ പോയി ഞങ്ങളുടെ DCC പ്രസിഡന്റുമാർ പങ്കെടുക്കുമോ? ആരും പങ്കെടുത്തില്ല. അതൊക്കെ വാർത്തകളിലാണ്. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ വാർത്ത കൊടുക്കുന്നവർ അവരുടെ ക്രെഡിബിലിറ്റിയും കൂടി ആലോചിക്കണം, അവരുടെ വിശ്വാസത്തെയും കൂടി. ഇല്ലെങ്കിൽ ഞങ്ങളോടെങ്കിലും വിളിച്ചു ചോദിക്കണം, ദേ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ DCC പ്രസിഡന്റുമാർ പങ്കെടുക്കുമോ, നിങ്ങളുടെ നേതാക്കൾ പങ്കെടുക്കുമോ? അപ്പോൾ ഞങ്ങൾ സത്യം പറയില്ലേ? ഈ ഒരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ദി അതർ സൈഡ് ചോദിക്കാനുള്ള ഒരു ബാധ്യതയില്ലേ? ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്ന ആളല്ല. എന്നെ വിമർശിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരു മാധ്യമത്തെ വിമർശിച്ചിട്ടില്ല. പക്ഷെ തെറ്റായ കാര്യം, കത്ത് കിട്ടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. അവരെ പ്രകോപിപ്പിച്ച് അവർ പ്രതിപക്ഷ നേതാവിനെതിരെ എന്തെങ്കിലും പറയണം. എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കത്ത് തന്ന ആൾ അവരോട് പറയുക കത്ത് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പ്രകോപിതരാവില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതൊരു നല്ല രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമല്ല. തമിഴ്നാട്ടിലെ 2 സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായാലോ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടാന്ന് പറഞ്ഞോ? വേണ്ടാന്ന് പറഞ്ഞു. പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള 3-4 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ടല്ലോ, അവരാരെങ്കിലും പറഞ്ഞോ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തമിഴ്നാട്ടിലെ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടാന്ന്? ഞങ്ങൾ സമർത്ഥമായി ഇടപെട്ട് 2 കൂട്ടരെയും വിശ്വാസത്തിലെടുത്ത് കേരളത്തിൽ ഉണ്ടാകുമായിരുന്ന ഒരു വലിയ മതപരമായ സംഘർഷത്തെ ഇല്ലാതാക്കിയതിൻ്റെ ഫ്യൂസ് ഞങ്ങൾ ഊരി 2 കൂട്ടരെയും വിശ്വാസത്തിലെടുത്തു.